ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം 20 വാക്യത്തിന്റെ ആദ്യ ഭാഗം വായിക്കുന്നു. യെശയ്യാവ് 38:20. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിന്റെ നന്മ പ്രാപിക്കേണ്ടതിന് സർവശക്തനായ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായത്തിനകത്ത് ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതികൂലങ്ങളെയും ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ഹിസ്കിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയും പ്രവാചകനായ യെശയ്യാവിന്റെ വാക്കിലെ ദൈവം മാറ്റിച്ച് അവനോട് പുതിയ അരുളപ്പാടറിയിക്കുകയും ജീവനോടും സൗഖ്യത്തോടും ഹിസ്കിയാവ് എഴുന്നേറ്റ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20 വാക്യത്തിനകത്തേക്ക് നമ്മൾ വരുമ്പോൾ വലിയ വിടുതൽ അനുഭവിച്ച ഹിസ്കിയാവ് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട വരികളാണ് ഇവിടെ എഴുതിയിരിക്കുന്നു. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവം രക്ഷിക്കുന്നവനാണ്. ഈ പ്രഭാതത്തിൽ പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്ന, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് സ്വയം പറയുന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, രക്ഷിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു മഹാ ദൈവമുണ്ടെന്ന്. ഒരിക്കലും കയറുവാൻ പറ്റാത്ത കുഴിക്കകത്ത്, ഒരിക്കലും അഴിക്കുവാൻ കഴിയാത്ത കുരുക്കുകൾക്കകത്ത്, ഒരിക്കലും സൗഖ്യമാകാത്ത രോഗത്തിന്റെ പിടിക്കകത്ത് അസമാധാനവും വേദനയും ദുഃഖവും സങ്കടങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുന്നു എങ്കിൽ ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ, ദൈവിക ഇടപെടലുകൾ അനുഭവിക്കുവാൻ, ഒരു വലിയ ദൈവ പ്രവൃത്തി ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഈ സന്ദേശം കാരണമായി തീരട്ടെ. ഈ വാക്യം പറയുന്നത് ഒരുങ്ങിയിരിക്കുന്നൊരു ദൈവം. എന്തിനാ ഒരുങ്ങിയിരിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നു, നമ്മെ രക്ഷിക്കേണ്ടതിന്. ആമേൻ. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കേണ്ടതിന് ദൈവം ചിലരെ സഹായിക്കുന്ന പ്രഭാതമായി തീരട്ടെ. തിരുവചനം വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പാപത്തിന്റെ പിടിയിലകപ്പെട്ടു പോകയാ ശമരിയാക്കാരിയുടെ ചരിത്രം തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. പാപമംഗലമായൊരു ജീവിതത്തിന്റെ ഉടമയായ ശമരിയാക്കാരത്തി യേശുവുമായി കുറച്ചു സമയം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മിഷണറിയായി അടുത്ത പട്ടണത്തിലേക്ക് പോയ അനുഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന പ്രിയരെ, കരകയറുവാൻ പറ്റാത്ത നിലയിൽ പാപത്തിന്റെ ശക്തികൾ ആധിപത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണോ? രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പുറത്തു വരണമെന്ന് കൊതിയുണ്ട്, നേരോടെ ജീവിക്കണമെന്നും നിത്യതയിലെത്തണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ അനുവദിക്കാതെ പാപത്തിന്റെ ശക്തികൾ ഒരുപോലെ പിടിമുറുക്കി മുൻപിലോട്ട് പോകുവാൻ കഴിയാതെ രക്ഷപ്പെടുന്നതിന് വേണ്ടി കൊതിക്കുന്നവരാണോ നിങ്ങൾ? ഈ രാവിലെ ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുക. പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കരുത്തുള്ള ഒരേ ഒരുവൻ മാത്രമേയുള്ളൂ. ഈ രാവിലെ നമ്മൾ തിരിച്ചറിയണം, അത് നമ്മുടെ കർത്താവാ. ബൈബിൾ പറയുന്നത് സക്കായി യേശുവിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ സക്കായിയുടെ ഹൃദയം യേശുവിന്റെ മുൻപിൽ പകരുകയാണ്. സക്കായി പറയുന്നു, ഞാൻ വല്ലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ യേശുവേ അത് മുഴുവനും മടക്കി കൊടുത്തോളാം. സക്കായി ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമയായി തീർന്നു.
ഒന്ന് ഞാൻ പറഞ്ഞത്, പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന കർത്താവ്. തിരുവചനം വായിച്ചാൽ നമുക്കറിയാം എത്രയെത്ര രോഗികളെയാണ് യേശു കർത്താവ് സൗഖ്യമാക്കിയത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെല്ലാം മരുന്ന് കഴിച്ചിട്ടും ഒരു രക്ഷയുമില്ലാതെ പരവശപ്പെട്ട് ആകുലപ്പെട്ട് എന്തായിത്തീരുമെന്നുള്ള ഉത്കണ്ഠയോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ആ രോഗത്തിന്റെ ശക്തികളിൽ നിന്ന് രക്ഷിക്കുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. ചെകിടനെയും കുരുടനെയും കുഷ്ഠരോഗിയെയും പാരാലിസിസുകാരനെയും എന്തിന് ചന്ദ്രരോഗം പിടിച്ചവനെയും സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും നടത്തിയ ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ നമ്മെ തൊടട്ടെ. ഏതെങ്കിലുമൊക്കെ രോഗങ്ങളാൽ പിടിക്കപ്പെട്ട കഷ്ടത അനുഭവിക്കുന്നവരാണോ? ദൈവത്തിങ്കലേക്ക് നോക്കാമോ? നമുക്കറിയാം രക്തസ്രാവക്കാരത്തി ഒരു വഴി ഉണ്ടാക്കി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്ന് തൊട്ടു. അത് വലിയ വിടുതലിന് കാരണമായി തീർന്നു. നിശ്ചയമായിട്ടും ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആസ്തികളിലേക്കും മാംസങ്ങളിലേക്കും നേർവുകളിലേക്കും ദൈവശക്തി ഇറങ്ങി ഒരു വലിയ വിടുതൽ അനുഭവിക്കുവാൻ കഴിയുന്ന നല്ല ദിവസമായി തീരട്ടെ. കാരണം രോഗത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. അസമാധാനം അനുഭവിക്കുന്നവരാണോ? യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അസമാധാനത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഈ പകൽ കർത്താവിന് കഴിയും. നമുക്കറിയാം ഇല്ലാത്ത